വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കക്ക ഇറച്ചി ബിരിയാണി ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു അടിപൊളി സാധനം. കഴുകി വൃത്തിയാക്കി 1/2 കിലോ കക്ക ഇറച്ചിയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. റൈസ് വേവിക്കാനായിട്ടൊരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ 3 ഏലക്ക, 4 ഗ്രാമ്പു, ചെറിയ കഷ്ണം പട്ട, ഒരു തക്കോലം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 2 ബേ ലീവ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് പൊട്ടി വന്നാൽ അതിലേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. 2 കപ്പ് ജീരകശാല റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. 30 സെക്കൻഡോളം റൈസ് ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം അതിലേക്ക് 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നാൽ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് അടച്ച് വെച്ച് റൈസ് വെന്ത് വെള്ളം വറ്റുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അങ്ങനെ തന്നെ അടച്ച് വയ്ക്കാം. റൈസ് കുക്കാവുന്ന സമയത്ത് ഒരു പാൻ എടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. ഇതിലെ വെള്ളമെല്ലാം ഒന്ന് റിലീസായി കിട്ടുന്നത് വരെ 3-4 മിനിറ്റ് മാത്രം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഇതിപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് മാറ്റാം. അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ 3 മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയ ശേഷം അതിലേക്ക് മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വെന്തുടയുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി ഇതിൻ്റെ ഓയിൽ സെപ്പറേറ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി ഓയിൽ റിലീസായി തുടങ്ങി അതിലേക്ക് 1/2 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിനയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നവർ മാത്രം കുക്ക് ചെയ്തെടുക്കുക. മസാല തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്ത് വെച്ച് കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി 2 മിനിറ്റ് മാത്രം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് കുക്കായി കഴിഞ്ഞാൽ കക്ക ഇറച്ചി ആകെ റബ്ബറി ആയി പോവും. 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗ്രേവി ഉണ്ടായാലും കുഴപ്പമില്ല. അത് ദം ഇടാനുള്ളതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് മാറ്റാം. ദം ചെയ്യാനായിട്ട് ഡ്രൈ ആയിട്ടുള്ള വലിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യത്തെ ലെയറായിട്ട് ഈ മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ്, ചെറുതായി കട്ട് ചെയ്ത മല്ലിയില, മിൻറ്റ് ലീവ്സ്, വറുത്ത് വെച്ച സവാള, കുറച്ച് കാഷ്നട്ടും മുന്തിരിയും വറുത്ത് വെച്ചത്. ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ച് നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ച് 10 മിനിറ്റോളം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം തുറന്ന് നോക്കാം. കക്ക ഇറച്ചി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും അയച്ചു കൊടുക്കുക. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.